പര്യന്തമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ബോധാനന്തം ച കല്യാണം സദാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. അമൃതാത്മാക്കളെ, എന്നോട് നിങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞിട്ടുള്ളത് ജീവിതശൈലി, അതിൻ്റെ ഇന്നത്തെ മാറ്റം, അതിന് ഉള്ള ആരോഗ്യ ദർശനം, അത് ഗുരുദേവ കൃതികളെ കൂടെ ചേർത്ത് വച്ച് പറയുന്നതിനാണ്. അത് പറയുന്നതിന് മുമ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായ ഒരു ജീവിത ദർശനം പൗരാണിക കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ പലതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവയും ഇഷ്ടപ്പെടാത്തവയും ഉണ്ടാവും. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിപ്രശസ്തമായ ഒരു സനാതന പാത, അതിൻ്റെ പാരമ്പര്യ പ്രേരിതമായി രൂപപ്പെടുത്തിയിട്ടുള്ള അത്യുജ്വലനായ ഒരു സന്യാസി ശ്രേഷ്ഠനാണ് ശ്രീനാരായണ ഗുരുദേവൻ. പല മേഖലകളിൽ പല തലങ്ങളിൽ നിങ്ങളതിനെ കേട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഗുരുദേവന്റെ കൃതികളും ദർശനങ്ങളും വെച്ചുകൊണ്ട് ഗുരുദേവൻ സ്ഥാപിച്ചെടുക്കുവാൻ ഒരുങ്ങിയത് അദ്വൈത സമീക്ഷയാണ്. എല്ലാ രോഗങ്ങളും, എല്ലാ അസുഖങ്ങളും, എല്ലാ ബുദ്ധിമുട്ടുകളും അധ്യാസത്തിൻ്റെ ഫലമാണ്. അധ്യാസം എന്നത് രണ്ടാണ്. ഒന്ന് താദാത്മ്യ അധ്യാസം, രണ്ട് സംസർഗ അധ്യാസം. ഈ രണ്ട് രീതിയിൽ മാത്രമേ മാനവ ദുഃഖങ്ങളെല്ലാം ഉണ്ടാവൂ. വളരെ ലളിത കോമളങ്ങളായ പദതല്ലജങ്ങളെ കൊണ്ട് അന്ന് നിലനിന്നിരുന്ന എല്ലാ സാമൂഹികമായ തിന്മകളും ഉച്ചാടനം ചെയ്യുമാറ് ശ്രൗതമായ സത്യത്തെ പ്രഘോഷണം ചെയ്തു എന്നുള്ളതാണ് ഗുരുദേവന്റെ മഹിമ. ഗുരുദേവനും ആയുർവേദവുമായുള്ള ബന്ധമറിഞ്ഞു എങ്കിൽ മാത്രമേ ഈ വിഷയം ഒന്നാമത് നമുക്ക് പഠിക്കാനാവും. കേരളത്തിലുടനീളം അനേകം വൈദ്യന്മാർ ഗുരുദേവനിൽ നിന്ന് ആശയങ്ങൾ ഉൾക്കൊണ്ട കാലഘട്ടത്തിൽ വളർന്നു വന്നിട്ടുണ്ട്. മഠത്തിൽ തന്നെ അന്തേവാസിയായിരുന്ന കായിക്കര കൃഷ്ണൻ വൈദ്യർ അന്ന് അഭിനവ വാഗ്ഭടാനന്ദൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിൽ ഗുരുദേവന് അന്നത്തെ രാഷ്ട്രീയ മതസമൂഹങ്ങളിൽ ലഭിച്ച പ്രശസ്തി എന്തുകൊണ്ടോ ഇതര രംഗങ്ങളിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന അനൽപമായ അറിവിനെ
തമസ്കരിച്ചു കളഞ്ഞുവോ എന്ന സംശയം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പലപ്പോഴും യോജിക്കുമോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞത്. കേരളത്തിൻ്റെ പ്രാചീനതയെ പഠിക്കാനൊരുങ്ങുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായത് നാം സാമൂഹ്യ രംഗത്ത് കേൾക്കുന്നത് പോലെ യാഥാർത്ഥ്യബോധത്തിന്റെ തലങ്ങളിൽ സമീപിച്ചാൽ കേരളം ഉച്ചനീചത്വങ്ങളുടേതായിരുന്നുവോ എന്നാണ്. വൈദ്യശാസ്ത്രത്തില്, അദ്വൈത വേദാന്തത്തില്, സംസ്കൃത ഭാഷയില് ഒക്കെ അനേകം പേർ നാനാജാതി മതസ്ഥരായി കേരളത്തിലുണ്ടായിരുന്നു. ഇത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ബ്രാഹ്മണർ ജാതീയമായി, നമ്പൂതിരിമാർ, അയ്യർമാർ തുടങ്ങി ജാതീയമായി ബ്രാഹ്മണരെന്ന് പേരിട്ടിരിക്കുന്നവരും, നായന്മാർ, ഈഴവർ, മലയൻ, മണ്ണാൻ തുടങ്ങിയവരുമൊക്കെ വൈദ്യകേസരികളായിട്ടുണ്ടായിരുന്നു. ചികിത്സാരംഗത്ത് കേരളത്തിൽ ജാതി നിലനിന്നിരുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രായോഗികമായി സവർണ അവർണ ഭേദമില്ലാതെ വൈദ്യ ശിരോമണികളെ ചികിത്സാർത്ഥം ജനങ്ങൾ സമീപിച്ചിരുന്നു. കൊട്ടാരങ്ങളിൽ വരെ അവർണ സമൂഹങ്ങളിലെ വൈദ്യന്മാർ സ്ഥാനമാനങ്ങൾ നേടിയിരുന്നു. ഇതൊക്കെ നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിൽ കിടക്കുന്നതാണ്. അതെങ്ങനെയാണ് സാമൂഹ്യ രംഗത്ത് സുസാധ്യമാവുക? ജാതി അത്ര നിർണായകമാണെങ്കിൽ അതാണ് നിങ്ങൾ യോജിക്കുമോ എന്ന് സംശയമുള്ള എൻ്റെ അന്വേഷണത്തിൻ്റെ പ്രഥമ ഭാഗം. 2, ഗുരുദേവൻ ഉൾപ്പെടെ അനേകം പേർ വളർത്തിക്കൊണ്ടുവന്ന വിദ്യാഭ്യാസത്തിൻ്റെയും വൈദ്യശാസ്ത്രത്തിൻ്റെയും രംഗങ്ങളിൽ ബ്രിട്ടീഷുകാർക്ക് മുമ്പോ ബ്രിട്ടീഷുകാരുടെ കാലത്തോ ഇല്ലാത്ത മതജാതി വിഭേദം സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് വളർന്നു വന്നത് എന്നത് നാം ഗൗനിക്കാതെ പോകുന്നു. പുരോഗമനമുള്ള ഈ കാലഘട്ടത്തിലാണ് വിദ്യാഭ്യാസ ചിന്തകളെ സമഗ്രമായി ജാതി മതഭേദം ഉടമസ്ഥതയിൽ കർക്കശമായി ബാധിച്ചിരിക്കുന്നത് എന്നത് വർത്തമാനത്തിലുള്ളതിനോട് എതിർക്കാതിരിക്കുകയും പൂർവകാലത്തെ അറിവില്ലാത്ത കാര്യങ്ങൾ അതിശയോക്തിയിൽ അവതരിപ്പിക്കുകയും ജനങ്ങളെ അകറ്റുന്നു എന്നുള്ളതാണ്. ഗുരുദേവ ചിന്തയുടെ ഏറ്റവും വലിയ വലിപ്പം എതിർത്തവനെ പോലും അകറ്റാതിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ചില രേഖാസാക്ഷ്യങ്ങൾ അറിഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഉചിതമെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത്. ഞാൻ പറഞ്ഞ കായിക്കര കൃഷ്ണൻ വൈദ്യരും പാണാവള്ളി കൃഷ്ണൻ വൈദ്യരും മട്ടാഞ്ചേരി കൃഷ്ണൻ വൈദ്യരും വെളുത്തേരി കേശവനാശാനും പെരുനെല്ലി കൃഷ്ണൻ വൈദ്യരും ചെറായി അച്യുതൻ വൈദ്യനും ചോലയിൽ ചന്തു വൈദ്യരും വെട്ടൂർ നാരായണൻ വൈദ്യരും
തുടങ്ങി അനേകം പേർ ഗുരുദേവനിൽ നിന്ന് കൂടുതൽ ആശയങ്ങൾ ഉൾക്കൊണ്ടവരാണ്. ഞാനിതിൽ ഒരു പേര് പറഞ്ഞില്ല.